പിന്നെ കണ്ടത് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയാണ്. അദ്ദേഹവുമായി വിശദമായ കൂടിക്കാഴ്ച നടത്തി നിവേദനവും കൈമാറി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിങ്ങളുമായി പങ്കുവച്ചതാണ്. അതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. കേന്ദ്രത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം കേരളം പരിഹരിച്ച വിഷയങ്ങളും നിർമ്മാണ പുരോഗതി സംബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ ആശങ്കയും മറ്റു പ്രശ്നങ്ങളും നൽകിയ നിവേദനത്തിൽ വിശദമാക്കിയിട്ടുണ്ട്. അതിൽ ഗഡ്കരി ബഹുമാനപ്പെട്ട മന്ത്രി ദേശീയപാതാ വികസനത്തിൽ കേരള സർക്കാർ എടുക്കുന്ന പ്രത്യേക താല്പര്യത്തെ അഭിനന്ദിക്കുകയുണ്ടായി. കേരളത്തിലെ NH-66 പ്രവൃത്തിയിലെ 16 റീച്ചുകളുടെയും വിശദമായ റിവ്യൂ നടക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം, ഡിസംബർ മാസത്തിനുള്ളിൽ തന്നെ NH-66 മുഴുവൻ റീച്ചുകളും പൂർത്തീകരിക്കാൻ ശ്രമിക്കുമെന്നാണ്. അത്തരമൊരു ഉറപ്പ് അദ്ദേഹം നൽകുകയുണ്ടായി. അതിനുവേണ്ടി അദ്ദേഹം മുൻകൈയെടുത്ത് മുഴുവൻ കോൺട്രാക്ടർമാരെയും പങ്കെടുപ്പിച്ച് NHAയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം കേരളത്തിൽ നിന്നുള്ള പൊതുമരാമത്ത് മന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമടക്കം അടങ്ങുന്ന ഒരു ഉന്നതതല യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായി. അതോടൊപ്പം ഈ നടക്കുന്ന പ്രവൃത്തിയുടെ പുരോഗതി നേരിൽ പരിശോധിക്കാൻ കേരളം സന്ദർശിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇപ്പോൾ പൂർത്തീകരിച്ച റീച്ചുകളുണ്ട്, പൂർത്തീകരിച്ച ഒരു റീച്ചുണ്ട്, ബാക്കി റീച്ചുകൾ പൂർത്തീകരിക്കാൻ പോകുന്നു. ഇപ്പോൾ പൂർത്തീകരിച്ച റീച്ചുകളുടെ ഉദ്ഘാടനം, ഡിസംബറോടെ പൂർത്തീകരിക്കുന്ന റീച്ചുകളുടെ ഉദ്ഘാടനം ജനുവരിയിൽ നടത്താനാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 5 റീച്ചുകൾ ഇപ്പം തന്നെ കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി അത് കൂടുതൽ റീച്ചുകളായി മാറുന്നുണ്ടെങ്കിൽ പൂർത്തീകരിച്ച റീച്ചുകളുടെ ഉദ്ഘാടനം ജനുവരിയിൽ നടത്തുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ദേശീയപാതാ വികസനത്തിൽ സംസ്ഥാനം കാണിക്കുന്ന പ്രത്യേക താല്പര്യം കണക്കിലെടുത്ത് സ്ഥലമേറ്റെടുക്കലിൻ്റെ ബാക്കി തുക, നമ്മൾ നേരത്തെ നൽകിയ തുകയുടെ ഇനി കൊടുക്കാൻ ബാക്കിയുള്ളത്, അത് ഏകദേശം 237 കോടി രൂപ വരും. അത് ഒഴിവാക്കണം നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അത് എഴുതിത്തള്ളാൻ ആ ആവശ്യം, നമ്മൾ ഉന്നയിച്ച ആവശ്യം അദ്ദേഹം അംഗീകരിക്കുകയുണ്ടായി. ഇതിനു പുറമെ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ പ്രവൃത്തി ഉദ്ഘാടനം ജനുവരിയിൽ നടത്താനാകുമെന്നും പറയുകയുണ്ടായി. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ്, അത് NH-866 ആ പ്രവൃത്തിയുടെ തുടക്കം കുറിക്കാൻ ചില തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങളെല്ലാം നീക്കി ജനുവരിയിൽ അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യാനാകും എന്നാണ് യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത്. കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് പാത
NH-744. അതിൻ്റെ പ്രവൃത്തിക്ക് ചില തടസ്സങ്ങളുണ്ടായിരുന്നു. അത് നീക്കി പ്രവൃത്തി ഉദ്ഘാടനത്തിന് തയ്യാറാകണമെന്ന് അദ്ദേഹം ആ യോഗത്തിൽ വെച്ച് തന്നെ ദേശീയപാത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലുള്ള NH-744 റോഡ് വൺ ടൈം ഇംപ്രൂവ്മെൻറ്റിൽ പ്രവൃത്തി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എറണാകുളം ബൈപ്പാസ് അതിൻ്റെ പണി ജനുവരിയിൽ തുടങ്ങും. പുനലൂർ ബൈപ്പാസ് പദ്ധതിയുടെ അംഗീകാരം വേഗം ലഭ്യമാക്കാൻ ഇടപെടുമെന്നും എടമൺ കൊല്ലം റോഡിൻ്റെ പരിഷ്കരിച്ച DPR ഡിസംബറിൽ സമർപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിക്കുകയുണ്ടായി.